ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഫേസ്ബുക്കിൽ അമ്മ രുചിക്കട് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങളിങ്ങനെ കുക്കിങ്ങും നമ്മൾ പുതിയ പുതിയ ഐറ്റംസ് റെസിപ്പീസ് അതൊക്കെയാണ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ കണ്ടതാണ് റവയും കൊണ്ടുള്ള ഒരു കേക്ക്, എഗ്ലെസ് ആണേ. അപ്പം എന്നാൽ പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ഞാൻ അങ്ങനെ റെസിപ്പി ചോദിച്ചപ്പോൾ ആ ചേച്ചി എനിക്ക് റെസിപ്പി അയച്ചു തന്നായിരുന്നു. അന്നേരം ഞാൻ നോക്കിയപ്പോൾ ആ സാധനങ്ങളെല്ലാം കയ്യിലുണ്ട്. എന്നാൽ പിന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി കാരണം അപ്പം തന്നെ ഞാനത് റെഡിയാക്കാമെന്ന് വെച്ചു. അതിന് ഞാനൊരു പാത്രത്തിൽ നമ്മൾ ഓയിലെടുത്ത് ഞാനൊരു 5 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തത്. എല്ലാം ഞാൻ വലിയ കാര്യമായിട്ട് കൃത്യമായിട്ട് അളന്നൊക്കെ എടുത്താണ്, വലിയ പ്ലാനിങ്ങിലാണ് ഇത്തവണ പരിപാടിയൊക്കെ തുടങ്ങിയത്. പക്ഷെ അവസാനമായപ്പോഴത്തേന് കുറച്ച് മാറ്റങ്ങൾ ഇതിൽ വരുത്തേണ്ടി വന്നു. കണ്ണം പോകുന്നതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാടി നോക്കുന്നുണ്ട്, മമ്മി എന്നെ വീഡിയോ വേ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇന്ന് ക്ലാസ്സിൽ ശനിയാഴ്ച കുഞ്ഞൂസിനെ ഞങ്ങൾ ഡേ കെയറിലൊക്കെ കൊണ്ടാക്കി. അങ്ങനെ കണ്ണം മോനും ഞാനും കൂടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ വാനില എസൻസ് തീർന്നായിരുന്നു. അപ്പോൾ ഞാൻ കേക്ക് ഇപ്പോൾ കുറച്ചായി ഉണ്ടാക്കിയിട്ട് വാനില എസൻസ് തീർന്നായിരുന്നു. അപ്പം നമ്മൾ മുട്ട വെച്ച് ഉണ്ടാക്കുമ്പോൾ അതെന്തായാലും വേണമല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കാറില്ല കുറച്ചായിട്ട്. അപ്പം ഇതിൻ്റെ റെസിപ്പി ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്, മുട്ടയില്ലാത്തതുകൊണ്ട് വാനില എസൻസിന് പകരമായിട്ട് അവർ ഏലക്ക പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുമൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ ചാടി കയറി ഇതിനായിട്ട് റെഡിയായത്. അങ്ങനെ നമ്മൾ ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. പിന്നെ ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ, അതേ സ്പൂണിന് തന്നെയാണ് ഞാൻ എല്ലാം ഭയങ്കര കറക്റ്റായിട്ടൊക്കെ അളവൊക്കെ എടുത്ത് എല്ലാം ഇന്ന് കൃത്യമായിട്ട് നല്ല സൂപ്പർ കേക്ക് ഉണ്ടാക്കുമെന്നുള്ള തീരുമാനത്തിലൊക്കെ തുടങ്ങിയതാണ്. അങ്ങനെ 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഞാനെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത നല്ല നമ്മുടെ വീട്ടിലുള്ള നല്ല തൈരാണ് ചേർത്തത്. പിന്നെ അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ എടുത്തു. പിന്നെ ഞാൻ ആദ്യം ഒരു ചെറിയ ഗ്ലാസ് കാണിച്ചില്ല, അതിനാണ് ഞാൻ അളന്ന് നമ്മുടെ റവയും പഞ്ചസാരയും. അപ്പോൾ അതിന് 1 ഗ്ലാസ് പഞ്ചസാര ഞാനെടുത്ത് പൊടിച്ചു. ആ പൊടിച്ച പഞ്ചസാരയും കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തു. പക്ഷെ അത്രയും പഞ്ചസാരയുടെ ആവശ്യമില്ലായിരുന്നു, കേക്കിന് ഇച്ചിരി മധുരം കൂടുതലായിരുന്നു. കുറച്ച് കുറയ്ക്കായിരുന്നു എന്ന് തോന്നി. ഭയങ്കര ഒരു മധുരം പോലെ എനിക്ക് തോന്നി. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട്, കഴിക്കാനൊക്കെ നല്ലതായിരുന്നു. റവ കൊണ്ടുള്ള കേക്ക് നല്ല രസമുണ്ടായിരുന്നു, നല്ല സോഫ്റ്റായിരുന്നു. നമുക്ക് മുട്ട ഇടാഞ്ഞുകൊണ്ട് ഞാൻ വെച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കൊക്കെ തന്നെ കിട്ടിയത്. പക്ഷേ മധുരം കുറച്ച് കൂടിപ്പോയി. അപ്പോൾ പഞ്ചസാര ഇനി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇതിൽ നിന്ന് കുറച്ചുകൂടെ കുറച്ച് മതി എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. അങ്ങനെ അത് നല്ലപോലെ പഞ്ചസാര പൊടി ഞാൻ അതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത്. ഇനി അതേ ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തത്. 2 ഗ്ലാസ് റവ എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചു. ഇനി അതിലേക്ക് നമ്മൾ ഏലക്കാപ്പൊടി, ആ ഒരു ചെറിയ മണത്തിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഞാനൊരു 1/2 സ്പൂണോളം അത്യാവശ്യം നല്ലപോലെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അതെല്ലാം നന്നായിട്ട് ഒന്നുകൂടെ പിന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ റവ പൊടിച്ചത്. ഇപ്പോൾ 2 ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തത്. ഒരുപാട് അളവൊന്നും ഞാൻ എടുത്തില്ല, കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുമോ, എനിക്കിങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്ത് പലതും ഫ്ലോപ്പായിട്ടെടുത്ത് വായി വെക്കാൻ പറ്റാത്ത രീതിയിലെടുത്ത് കളഞ്ഞ സംഭവങ്ങൾ വരെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വെച്ച് എല്ലാം ഇത്തവണ കുറച്ച് ചെയ്ത് നോക്കാമെന്ന് വെച്ച് ഞാൻ ആ ഗ്ലാസ്സിന് തന്നെ അളന്ന് 2 ഗ്ലാസ്. അപ്പോൾ രണ്ടാമത് എടുത്തപ്പോൾ എനിക്ക് വെച്ച് എല്ലാം കൂടെ താഴെ പോകുന്നു, കുറച്ചൊന്ന് മറിഞ്ഞ് വന്നായിരുന്നു. അങ്ങനെ എന്തായാലും കറക്റ്റ് 2 ഗ്ലാസ് തന്നെ എടുത്ത് അത് പൊടിച്ച് ഞാൻ തീർത്തു. അപ്പോൾ ആദ്യം ഒന്ന് പൊടിച്ചപ്പോൾ എനിക്ക് ഒന്ന് ഇച്ചിരി തരി ഉണ്ടെന്ന്, പിന്നെ ഞാൻ ഒന്നും കൂടെ നല്ലപോലെ 2-3 മിനിറ്റ് നല്ലപോലെ പൊടിച്ചെടുത്തു. അങ്ങനെ റവയെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തു. അതിനുശേഷം പിന്നെ അത് കുറേശ്ശെയായിട്ട് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇപ്പം ഞാൻ ഇങ്ങനെ നോക്കി എന്താണ് എനിക്കന്നേരം തോന്നി, ഇത് നല്ലോണം പൊടിഞ്ഞോ ഇല്ലെന്ന് ഞാൻ ഒന്നുകൂടെ നോക്കിയത്, കാരണം 2 വട്ടം ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചായിരുന്നു. പിന്നെ അത് ഞാനത് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് നമുക്കിനി ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും. എനിക്ക് ഈ ഒരു കാര്യത്തിലാണ് ഒരു അബദ്ധം പറ്റിയെന്ന് ഞാൻ പറഞ്ഞത്. ബേക്കിംഗ് പൗഡർ തീർന്നായിരുന്നു, കാലിയടിച്ചിരിക്കുമായിരുന്നു. ഇത്രേ ഉള്ളായിരുന്നു എൻ്റെ ബേക്കിംഗ് പൗഡർ. അപ്പം നമ്മൾ സാധാരണ അത്യാവശ്യം കേക്ക് ഉണ്ടാക്കുമ്പോൾ 1 സ്പൂണിനടുത്ത് ബേക്കിംഗ് പൗഡറും പിന്നെ
ബേക്കിംഗ് സോഡ നമ്മൾ കുറച്ചല്ലേ ചേർക്കത്തുള്ളൂ. പക്ഷേ ഈ ഒരു കാര്യമാണ് പിന്നെ ഇല്ലായിരുന്നു. ബേക്കിംഗ് സോഡ ഉണ്ടായിരുന്നു, പക്ഷേ ബേക്കിംഗ് പൗഡർ ഒരു ശകലേ ഉള്ളായിരുന്നു. അപ്പോൾ ഉള്ളത് ഞാനങ്ങ് തട്ടിയിട്ടത്. സത്യത്തിൽ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ പിറ്റേന്ന് ഞായറാഴ്ച ഞങ്ങൾ സാധനം എല്ലാം വാങ്ങാൻ പോയായിരുന്നു. പക്ഷേ എന്തോ ശനിയാഴ്ച ഇത് കണ്ടപ്പോൾ ഞാൻ ഇത്രയും ഓർത്തില്ല, ബേക്കിംഗ് പൗഡർ ഇല്ല എന്നുള്ള കാര്യം ഓർത്തില്ല. എല്ലാം കയ്യിലുണ്ട് എന്നാൽ ഉണ്ടാക്കിയേക്കെന്നുള്ള രീതിയിൽ പെട്ടെന്ന് അങ്ങ് ചാടിക്കയറി ഉണ്ടാക്കാൻ എല്ലാം റെഡിയാക്കി. അവസാനം ഇതെടുത്തപ്പോഴാണ് അറിയുന്നത്, അയ്യോ ഇത് തീർന്നു പോയായിരുന്നല്ലോ എന്നുള്ള. പിന്നെ ഞാൻ ഇപ്പം ഓരോരുത്തർ യൂട്യൂബിലേക്ക് കിടക്കുമല്ലോ ബേക്കിംഗ് സോഡയും പൗഡറും ഒന്നും ഇല്ലാതെ തന്നെ കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഇത്തവണ ഇങ്ങനെ ഉടട്ടെന്ന് വെച്ച്. എന്തായാലും ഒരു ദാരിദ്ര്യം പിടിച്ചൊരു കേക്കായിരുന്നു. അങ്ങനെ ബേക്കിംഗ് പൗഡർ ഇല്ലായിരുന്നു, പിന്നെയും കുറേ സാധനങ്ങളില്ലായിരുന്നു, അതിനി ഞാൻ പറയാം. അങ്ങനെ ഞാൻ വേണ്ട റവ പൊടിച്ചെല്ലാം പിന്നെ കുറേശ്ശെ ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ അതിനകത്ത് ഉപ്പ് കേട്ടോ, നമ്മൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപ്പിടുമല്ലോ, അതുപോലെ ഒരു തരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ റവ ആയതുകൊണ്ട് പിന്നെ ഇത് ഞാൻ അരിച്ചൊന്നുമില്ല. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും റവ ഇടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബാറ്ററിൽ ഒഴിച്ച് മിക്സ് ചെയ്തായിരുന്നു. പിന്നെ അതിൻ്റെ പുറകെ ഞാൻ റവയും കൂടെ നേരെ അങ്ങിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് പിന്നെ അത് കട്ട പോലെ ആയപ്പം കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്തു. അപ്പം പാൽ ഞാൻ സ്പൂണിനെടുത്ത് തന്നെ ഒഴിച്ച് കൊടുത്തത്. ഒരു റവയെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ അത് നല്ല തിക്കായിട്ട് വന്നായിരുന്നു. അപ്പോൾ അത് ലൂസാക്കാനായിട്ട് ഒരു 3-4 സ്പൂൺ പാലിൻ്റെ ആവശ്യമുള്ളായിരുന്നു. അപ്പം അതും ചേർത്ത് ഞാൻ നമ്മുടെ കേക്കിന് ആവശ്യമുള്ള ആ ഒരു ലൂസ് പരുവത്തിലേക്ക് ആക്കി വെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് കണ്ണമ്മ വന്ന് ഇടയ്ക്കിടയ്ക്ക് കേക്കായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ വീഡിയോയുടെ ഇടയ്ക്കൂടെ ഒന്ന് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ വേണ്ട ഞാൻ നല്ല പാല് 3-4 സ്പൂൺ ചേർത്ത് അത് നല്ല ഒരു ലൂസായിട്ടുള്ള പരുവത്തിൽ മാറ്റി വെച്ചു. ഇനി എൻ്റെ കേക്ക് റെഡിയാക്കാനുള്ള എൻ്റെ കയ്യിൽ ഈ ഷേപ്പിൽ ഒരു പൂവിൻ്റെ ഷേപ്പിലുള്ളൊരു ട്രേ ആണ് എൻ്റെ കയ്യിലുള്ളത്. ഞാനാണ് ഒരു സർക്കിൾ ഷേപ്പിലുള്ള ഒരെണ്ണം വേണമെന്നൊക്കെ വെച്ചിരുന്നത്. പക്ഷേ ഉണ്ട് ഞങ്ങൾ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയത്. അവിടെ ചെന്നപ്പോൾ ഉണ്ട് ഈ ഷേപ്പ് കണ്ടപ്പം ഇതേ ഉള്ളായിരുന്നു, അവിടെ ഈ ഒരു ഷേപ്പ് ഉള്ളായിരുന്നു. പിന്നെ അതങ്ങ് എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആകെപ്പാട് ദാരിദ്ര്യം പിടിച്ചൊരു കേക്കായിരുന്നു. ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ദൈവമേ ബട്ടർ പേപ്പർ ഇല്ലെന്നുള്ള കാര്യം. അപ്പം എല്ലാം ഉണ്ടാക്കി ഇത്ര നാൾ ഉണ്ടാക്കിയതിനെല്ലാം ബാക്കി ഒരു ശകലം ഇങ്ങനെ കിടന്ന് 2 പീസ്. അങ്ങനെ അത്യാവശ്യം അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തെടുത്തേത്. ആദ്യം ഒന്ന് അളവൊക്കെ ഒന്ന് വെച്ച് നോക്കി, ഇതിനകത്ത് തികയും വെക്കാനുള്ള പേപ്പർ ഉണ്ടോ എന്നൊക്കെയാണെന്ന് ആദ്യം ഒന്ന് വെച്ചൊക്കെ നോക്കി. പിന്നെ മനസ്സിലായി എന്തായാലും ഈ പാത്രത്തിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പേപ്പർ എന്തായാലും കിട്ടി. ഇനി അതും ഒന്ന് വാങ്ങണം. അങ്ങനെ ഇനിയിപ്പോൾ സ്കൂൾ അടയ്ക്കുമല്ലേ, ഇനിയിപ്പോൾ ഇതെല്ലാം വേണം. മറ്റേ ക്രിസ്മസിന് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ. ഇനിയിപ്പോൾ സ്കൂൾ അടച്ചുകൊണ്ട് ഇനിയിപ്പോൾ മിക്കവാറും ഇവിടെ ഈ കേക്ക് ഉണ്ടാക്കലാണ് പരിപാടി. പിന്നെ അതിനകത്ത് ഞാൻ ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനകത്തൊന്ന് റെഡിയാക്കി വെച്ച്. ഒന്നാമത്തെ കാര്യം ഇതിങ്ങനെ ഈ പൂവിൻ്റെ ഷേപ്പ് ഇരിക്കുന്നുണ്ടല്ലോ, ഒന്നുകിൽ വട്ടമായിരിക്കണം അല്ലെങ്കിൽ പിന്നെ സ്ക്വയർ ആയിരിക്കണമായിരുന്നു. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇതാണെങ്കിൽ ചിലയിടത്ത് ഇങ്ങനെ പൊങ്ങിയും താന്നും ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആ പേപ്പർ വെക്കാൻ ഇത്രയും ബുദ്ധിമുട്ടായിരിക്കുന്നു. വാങ്ങിയ സമയത്ത് ഞാൻ ചിന്തിച്ചതേ ഇല്ല. അങ്ങനെ കേക്ക് കാണാനൊക്കെ നല്ല പോലെ ആയി വരുമ്പോൾ കാണാനൊക്കെ ഒരു മെനയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ പേപ്പർ ഇങ്ങനെ സെറ്റാക്കാനൊക്കെ നമുക്ക് പാടാം. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞു ഇരിക്കും. കാരണം ഈ ഓരോ സൈഡിൽ ഇങ്ങനെ വളഞ്ഞ് കയറി ഇറങ്ങിയിരിക്കുമ്പം ആ പേപ്പർ ആ ഷേപ്പിലൊന്നും വന്നില്ലേ ആ കേക്കിൻ്റെ അരിവെല്ലാം കണക്ക് നടുവൊടിഞ്ഞ് നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ എന്തായാലും ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഒരുവിധം റെഡിയാക്കി വെച്ചതിനകത്ത് പിന്നെ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ഒരു ശകലേ ഉള്ളായിരുന്നു കേട്ടോ. നിങ്ങൾ 2 ഗ്ലാസ് റവ എന്നൊക്കെ പറയുമ്പോൾ നോക്കണ്ട. നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് പാൽ കൊടുക്കാൻ കുഞ്ഞ് സ്റ്റീൽ ഗ്ലാസ് മേടിക്കത്തില്ലേ, ആ സ്റ്റീൽ ഗ്ലാസ് ആട്ടോ ഇത്. എൻ്റെ അനിയൻ്റെയും ചെറുപ്പത്തിൽ അങ്ങോട്ടുള്ളതാണ്, വീട്ടിൽ നിന്ന് ഞാൻ എടുത്തോണ്ട് പോയതാണ്. അതുപോലെ ഒരു കുഞ്ഞു ഗ്ലാസ്. അപ്പം 2 ഗ്ലാസ് എന്ന് പറഞ്ഞൊന്നും ഞെട്ടണ്ട, ഇച്ചിരി ഉള്ളായിരുന്നു കേക്കൊക്കെ. ഞങ്ങൾ ചായ കുടിച്ചപ്പോൾ തന്നെ തീർത്തു കേക്ക്. പിന്നത്തേക്ക് വെക്കാനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അത് മൊത്തം ഞാൻ അതിനകത്ത് ഒഴിച്ച് ഒന്ന് തട്ടിയേ കൊടുത്തു. സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തട്ടിയേ കൊടുക്കാറുണ്ട്. അങ്ങനെ തട്ടിയേ കൊടുത്ത് ഞാൻ ഈ സ്റ്റീൽ എൻ്റെ ഒരു കടായിയോ എന്ത് പറയണ്ടേ ഇതിനകത്താണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്.
ഇതിപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ്. പണ്ട് എൻ്റെ കയ്യിൽ 2 കുക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 കുക്കർ ഞങ്ങൾ അത് വിസിലൊന്നും അടിക്കാതൊക്കെ എന്തോ പറ്റി, വാഷറൊക്കെ മാറി നോക്കി, എല്ലാം മാറി നോക്കിയിട്ടും അത് നമുക്ക് വർക്കാവുന്നില്ല. അങ്ങനെ അത് കൊടുത്ത്, അപ്പോൾ അത് കൊടുത്താൽ അവർ പൈസ എടുത്ത് തരും. നമ്മളവിടുന്ന് വേറെ എന്തെങ്കിലും പാത്രം വാങ്ങണം. ഞങ്ങൾ കുക്കർ ഓൾറെഡി വേറെ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പം പിന്നെ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല സ്റ്റീലിൻ്റെ, അപ്പോൾ ഇങ്ങനെ അലുമിനിയം ഒക്കെ വേണ്ട എന്നുള്ള ഒരു ഇതല്ലേ നമുക്ക്. അപ്പോൾ സ്റ്റീലൊക്കെ എന്ന് പറഞ്ഞപ്പോൾ നല്ല സൂപ്പർ വലിയ ചരുവോ ചിക്കൻ കറിയും പായസം എല്ലാം ഞാൻ അതിനകത്ത് മറിക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമായിട്ട് വാങ്ങിയതാണേ. തീക്കകത്ത് വെക്കുമ്പോഴല്ലോ തീ കയറും. ഒരു സാധനം എണ്ണയൊന്നും ഇതിനകത്ത് ഒഴിക്കാൻ പോലും പറ്റത്തില്ല. പാത്രത്തിൻ്റെ ചൂടും എണ്ണയങ്ങ് ആളി തീ കയറും പെട്ടെന്ന്. അങ്ങനെ ഒരു വൻ ദുരന്തമായി പോയി ഈ ഒരു പാത്രം വാങ്ങിയത്. അങ്ങനെ ഞാൻ എടുക്കത്തേ ഇല്ലായിരുന്നു. ഇത് വാങ്ങിയ ഇടയ്ക്ക് ഞാനൊരു ചിക്കൻ കറി വെക്കാൻ നോക്കി. ആ ചിക്കൻ കറി അതിൻ്റെ അടിയിൽ പിടിച്ച് വങ്ങലായി, വായി വെക്കാൻ കൊള്ളാതായിപ്പോയി. പിന്നെ ഒരു ദിവസം പായസം ഉണ്ടാക്കി നോക്കി. ആ പായസം അടിയിൽ പിടിക്കും. നമ്മളെപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണമായിരുന്നു. അങ്ങനെ അതിന് ശേഷം ഞാൻ ഈ പാത്രം ഉപയോഗിക്കത്തേ ഇല്ലായിരുന്നു. പിന്നാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പാത്രത്തിനൊരു ശാപമോക്ഷം കിട്ടിയത്. അങ്ങനെ വേണ്ട എൻ്റെ കേക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാചകം അടിച്ചിരുന്ന കേക്കിൻ്റെ കാര്യം പറയാനായിട്ട് മറന്നുപോയി. കേക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒരു 35 മിനിറ്റ് ഇരുന്നപ്പോഴേ പിന്നെ ഞാൻ ഫോർക്കിട്ട് ഒന്ന് കുത്തിയപ്പോൾ ഒരു സമാധാനമില്ല. പിന്നെ ഞാൻ ഒന്നും കൂടെ കുത്തി നോക്കിയിരുന്നു, എന്തോ എൻ്റെ തോന്നലാണെന്ന് അറിയാം. അങ്ങനെ എന്തായാലും കേക്ക് നല്ല അതിനൊരു ഡിസൈൻ പോലെ നടുക്ക് 2 കുഴി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ കേക്ക് കരിഞ്ഞു അങ്ങനെയൊന്നുമില്ല. നമുക്കറിയാലോ കേക്ക് ഉണ്ടാക്കുമ്പം താഴെ വശമൊക്കെ ഒരു ചെറിയൊരു ഡാർക്ക് കളർ വരുമല്ലോ. അപ്പം അതുപോലൊരു കളറേ ഉള്ളൂ. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പ് കാരമലൊന്നും ആക്കി ചെയ്യാത്തതുകൊണ്ട് ഒരു വെളുത്ത കളറിലായിരുന്നു ഈ കേക്ക് ഇരുന്നത്. ടേസ്റ്റ് നല്ലതായിരുന്നു, നല്ല സോഫ്റ്റൊക്കെ ആയിരുന്നു. അങ്ങനെ എൻ്റെ മുട്ടയില്ലാത്ത റവ കേക്ക്. പിന്നെ ആ പേപ്പർ ഞാൻ പറഞ്ഞില്ലേ, പേപ്പർ ഇങ്ങനെ ചുരുണ്ടിരുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഇളക്കിയപ്പോൾ കേക്കിൻ്റെ സൈഡ് ഒരു ശകലം ഇളകിപ്പോയിട്ടുണ്ട്. അത് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ ആർത്തി പൂത്ത് കടിച്ചതാണോ എന്ന് വിചാരിച്ചേക്കരുത്. പേപ്പർ ഇളക്കിയപ്പം ഇളകിപ്പോയതാണ്. അങ്ങനെ കേക്ക് റെഡിയായി. സത്യം പറഞ്ഞാൽ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഉറങ്ങി എണ്ണീറ്റ് വന്നുള്ള രൂപമാണിത്. കേക്ക് എപ്പോൾ ഉണ്ടാക്കിയാലും ഇവർക്ക് 2 പേർക്കൂടെ കട്ട് ചെയ്യണം. കേക്ക് ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യാനൊരു മത്സരം ഇവിടെ നടക്കാറുണ്ട്. അങ്ങനെ വേണ്ട കുഞ്ഞപ്പൻ്റെ കയ്യിൽ നിന്ന് കത്തി വാങ്ങി കണ്ണം തന്നെയാണ് കട്ട് ചെയ്തത്. പുറഞ്ചം അത് കട്ട് ചെയ്ത്, അത് ഏതൊക്കെ ഷേപ്പിലാണ് കട്ട് ചെയ്തത് തന്നെയെന്ന് അറിയാൻ മേലാത്ത കണക്കാണ്. ആദ്യത്തെ പീസ് എന്തായാലും അവരുടെ അടുത്ത് കുഞ്ഞിന് കൊടുത്ത് എങ്ങനെയുണ്ട് കണ്ണ? അടിപൊളിയാണോ കുഞ്ഞു? സൂപ്പറാണോ? സൂപ്പർ വെക്കല്ലേ? തോന്നല്ലേ? റവയാ. അങ്ങനെ വേണ്ട ഞങ്ങളുടെ റവ കൊണ്ടുള്ള കേക്ക് നല്ല സൂപ്പറായിട്ട് വന്ന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ എനിക്ക് അമ്മ രുചിക്കൂട് ഞങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ മഞ്ജു ചേച്ചിയാണ് ഈ ഒരു റെസിപ്പി എനിക്ക് ഷെയർ ചെയ്ത് തന്നത്. അപ്പം മഞ്ജു ചേച്ചിക്ക് ഒരു താങ്ക്സ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. അതുപോലെ എപ്പോഴും പറയാറുള്ളത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.